കുഞ്ഞിരാമാണ് ഒരു ചെറിയ ക്യാൻവാസിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. ഗോദ കുറച്ചുകൂടെ വലിയ ക്യാൻവാസാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ മേജർ അട്രാക്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയത് റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്പോർട്ടാണ്. ആ സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു റെസ്ലിംഗ് ബേസ്ഡ് ഒരു സ്പോർട്സ് മൂവി ഒന്നും തന്നെ ഒരു ഭാഷയിലും ഇറങ്ങിയിട്ടുമില്ല. ഞങ്ങൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡങ്കൽ എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്ലിംഗിനെ കുറിച്ച് വലിയൊരു റിസർച്ചിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നല്ല ഫിസിക്കുള്ള ഒരാൾ തന്നെയായിരിക്കണം ഇതിൻ്റെ അകത്ത് മെയിൻ ലീഡായിട്ടുള്ള ആൾക്കാർ. ഏറ്റവും ആദ്യം വന്ന ഓപ്ഷൻ ടൊവിനോൻ്റെ തന്നെയായിരുന്നു. ഗുസ്തി ഇതിനു വേണ്ടി പഠിക്കണം എന്ന് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഗുസ്തി ചെയ്യുമ്പോൾ ഉള്ള ഒരു പെർഫെക്ഷൻ വേണം. അത് ഓരോ മൂവ്സും ഭയങ്കര എനർജി എക്സേർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. അപ്പോൾ ആ ഒരു സ്റ്റാമിനയും ബിൽഡ് ചെയ്തെടുക്കണമായിരുന്നു. കണ്ണഞ്ചുന്നൊരു നാടുണ്ടിങ് കണ്ണാടിക്കല് പേരാണ്, അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. ടൊവിനോയ്ക്കും ഇതൊരു ചലഞ്ചിങ് പ്രൊജക്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഫിസിക്ക്, നമ്മളൊരു ബോഡി ലാംഗ്വേജ് മാറുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു സ്പോർട്ട് നമ്മൾ പഠിച്ചെടുക്കുക, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക. ടൊവിനോയിനോട് ഞാൻ ആവശ്യപ്പെട്ടത് ഒരു ഭയങ്കര ബീഫി ആയിട്ടുള്ള ഒരു ഫിസിക്ക് അല്ല ആവശ്യപ്പെട്ടത്. കാരണം റെസ്ലേഴ്സ് അങ്ങനെയല്ല. ആക്ച്വലി റെസ്ലേഴ്സ് എന്ന് പറയുന്നത് എല്ലാം നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ടൊവിനോൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി, ആദ്യത്തെ വെല്ലുവിളി. ഭയങ്കര ഔട്ട് ഓഫ് ഷേപ്പ് ആയിരിക്കുന്ന സമയത്താണ് ബേസിൽ ഇത് പറയുന്നത്. കാറ്റമൗണ്ട് ജിം നടത്തുന്ന ഷൈജൻ എന്ന് പറയുന്ന ആളുടെ അണ്ടറിലാണ് ട്രെയിൻ ചെയ്തത്. രാവിലെ ഒരു 4:30 തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് ജിമ്മിൽ പോകും. എനിക്കൊരു 10 മണി വരെ കിടന്നുറങ്ങിയാലും സന്തോഷമാണ്. ജിമ്മിലേക്ക് എത്തുന്നത് വരെ ഞാനിങ്ങനെ ആലോചിക്കും, ബോധം കെട്ട് വീഴുന്ന പോലെ അഭിനയിച്ചാലോ, അത് പാവം തോന്നിട്ടെങ്കിൽ എന്നെ ഷൈജൻ വിട്ടിട്ട് പോകുമല്ലോ. എഴുന്നേൽപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എഴുന്നേറ്റ് ചെന്ന് ജിമ്മിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീ കൊടുത്തുവിട്ടാണ് എത്ര മണിക്കൂർ വർക്കൗട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തോളും. കൂടുതലും നമ്മൾ സ്കോട്ട് ആണ്, ലെഗാണ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുസ്തിക്കാരന് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈസ് നല്ലൊരു സ്ട്രെങ്ത് ഇതായിരിക്കണം. അതേപോലെ തന്നെ ലാറ്റ്സ് മസിൽസ്, ഷോൾഡേഴ്സ്. ബോളിവുഡ് ഒരു സിനിമയ്ക്കാണെങ്കിൽ 6 മാസം 1 വർഷത്തോളം ഒരു ആർട്ടിസ്റ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു സ്കോപ്പില്ല. അത് ഒരുപാട് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മളിത് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് വർക്കൗട്ട് മുടക്കാത്ത രഞ്ജി സാറ്, പുള്ളി ഈ പ്രായത്തിലും ഭയങ്കര ഫിറ്റാണ്. ബോധയുടെ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വരുമ്പോൾ അപ്പുറത്ത് ഡമ്പലുകൾ കൂട്ടിയിരിക്കുന്ന ശബ്ദം കേൾക്കാം. ചെന്ന് നോക്കുമ്പോൾ പോനെ കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി നിൽപ്പുണ്ടാവും. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് വളരെയായിട്ട് ഉപകാരപ്പെട്ടു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ ഒരുപാട് കവറേജ് കിട്ടിയ ഒരു ഫോട്ടോ ആണ്. അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ വർക്കൗട്ടിൽ തന്നെ ഒരു കോൺഫിഡൻസ് ആയി. ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് കയറാൻ പറ്റും എന്നുള്ളത്. അതിനുശേഷം റെസ്ലിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത വലിയ വെല്ലുവിളി. എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് ഗാട്ടാ ഗുസ്തി, എന്താണ് അതിൻ്റെ നിയമങ്ങൾ എന്താണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. മിന്നൽ ജോർജ് ഫോർട്ട് കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ അക്കാറയുള്ളത്. അപ്പോൾ അവിടെ വന്ന് ഞാൻ ഒരു 4 ആഴ്ചയോളം ഞാൻ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ താമസിച്ച് ഞാൻ ഗുസ്തി പിടിച്ചിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും വളരെ ആക്റ്റീവായിട്ടുള്ള നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ബോഡി. കാരണം ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ അത് വളരെ തന്മയത്തമായി കൃത്യമായി ചെയ്യുന്നതാണ് ടൊവിനോ. ആക്ച്വലി സിനിമയിൽ ടൊവിനോയ്ക്ക് ഒരുപാട് റെസ്ലിംഗ് സീക്വൻസുകളൊന്നുമില്ല. പക്ഷേ ടൊവിനോയ്ക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ചെയ്യുന്ന ക്യാരക്ടർ വളരെ കൺവിൻസിംഗ് ആയിട്ട് ജെന്യുവൻ ആയിട്ട് തന്നെ ചെയ്യണം. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഗുസ്തി പഠിക്കാൻ ഉള്ളൊരു ആവേശം എന്തായിരുന്നു വെച്ചാൽ 70 മുകളിൽ പ്രായമുള്ള മിന്നലാശാൻ 155 കിലോ ഉള്ള എന്നെ വളരെ ഈസി ആയിട്ട് മലത്തി അടിക്കുന്നു. ടൊവിനോൻ്റെ റെസ്ലിംഗ് സീക്വൻസുകൾക്കുള്ള സമയത്തൊക്കെ ഒരു സിംഗിൾ ഷോട്ടിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. ലൈക്ക് 3 minutes ഓഫ് സിംഗിൾ ഷോട്ട്. നമ്മളിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. അപ്പോൾ ഈ 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡായി ഭയങ്കരമായിട്ട് കിതച്ചൊക്കെയാണ് വരുന്നത്. അപ്പം തന്നെ നമുക്ക് ഒരു ടേക്കും കൂടെ എങ്ങനെ പോകാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര വറീഡായിട്ടാണ് നമ്മളത് ആ ഷോട്ട് കാണുന്നത് തന്നെ. And the dedication was completely, everyone could see it. It was a continuous 3-minute fight. അങ്ങനെ അത് റിപ്പീറ്റഡ് ഒരു 4, 5, 6, 7 ടേക്ക് ഒറ്റ പോയി. 7ാമത്തെ ടേക്കിലാണ് ഭാഗ്യത്തിന് അത് കിട്ടിയത്. I mean, it was amazing. We all had goosebumps the first time he wrestled and I was like, oh my goodness. ആ ഒറ്റ സീനിന് വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ്ങും ജിമ്മും ബാക്കി ബോഡി ബിൽഡിങ്ങും എല്ലാം തന്നെ ആൾ ചെയ്തതാണ്. അതുപോലെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും വർക്കൗട്ടും ചെയ്ത് ഇൻറ്റൻസീവ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് വാമികയും വന്നിരിക്കുന്നത്. ഒരു ടാൻട്രംസും ഇല്ലാതെ ലൊക്കേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഭയങ്കര നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആക്ട്രസ്സാണ് വാമിക. ഞാൻ സിനിമയുടെ പ്രിവ്യൂ കണ്ടെടുത്തോളം വാമികയുടെ സിനിമയാണ് ഗോദ എന്ന് പറയുന്നത്. സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ പ്രേക്ഷകർ എടുത്തു പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് വിഷ്ണു ശർമ്മയുടെ സിനിമാറ്റോഗ്രഫിയാണ്. അപ്പോൾ വിഷ്ണു
പൊളിച്ചടക്കിയിട്ടുണ്ട്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിഷ്ണുവും ബേസിലും തമ്മിലുള്ള ഒരു സിങ്ക് ആണ്. ഒരു ഡയറക്ടറും ക്യാമറമാനും തമ്മിൽ അത്രയ്ക്കും സിങ്ക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഗംഭീരമായിരിക്കും. പയ്യൻ എന്നൊക്കെ പറഞ്ഞ് എത്ര കളിയാക്കാനും അടിച്ചെഴുതാനും നമ്മൾ ശ്രമിച്ചാലും ബേസിലിൻ്റെ ടാലൻറ്റ് കുഞ്ഞുരാമായണത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഹ്യൂമർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ടാലൻ്റാണ്. ഈ സിനിമ വരുമ്പോൾ ഇതൊരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്, വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. ഗുസ്തി പോലുള്ളൊരു സംഭവം ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാളികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നൊരു സിനിമയാണ്. ഇമോഷൻസിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു കവർ ചെയ്യാനായിട്ട്. ഇതെല്ലാം ഒരു ഹ്യൂമറിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ ബ്ലെൻഡ് ചെയ്യാനുള്ള അത് ബേസിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ ഇങ്ങനെയൊക്കെ ഇരുന്നവൻ മനസ്സിനകത്ത് എഡിറ്റൊക്കെ ചെയ്ത് നോക്കുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ബേസിൽ ഒരു ബ്രില്യൻറ്റ് ഡിറക്ഷൻ. ഫൈനലി ഇത് ഞങ്ങൾ കുറേ അധികം ടെക്നീഷ്യൻസ്, രാകേഷ് മണ്ടോടി, വിഷ്ണു ശർമ്മ, അഭിനവ് സുന്ദർ നായക്, ഷാൻ റഹ്മാൻ, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയാണ്. ഒരുപാട് തമാശകളും ചെറിയൊരു പ്രണയവും ഫാമിലി ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു നാടൻ സിനിമ തന്നെയാണ് ഗോദ. യുനാനിമസ്ലി എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്സ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് രഞ്ജി സാറും പാർവതി ചേച്ചി, അജു ഏട്ടൻ, അജു വർഗീസ്, അവരെല്ലാവരും ഈ പറയുന്ന സ്വന്തം സിനിമ പോലെ തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളൊരു സിനിമയാണ് ഗോദ. ഭയങ്കര പ്രതീക്ഷയോടുകൂടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഈ സിനിമയെ നോക്കിക്കാണുന്നത്.